ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോണത് ഒരു ശുദ്ധജാതകം പരിശോധിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ ഈ പിരിഞ്ഞുപോയ രണ്ട് ദമ്പതികളുടെ വിവാഹ സംബന്ധമായിട്ടുള്ള ഗ്രഹനിലയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അത് മാത്രം ഇട്ടത് കൊണ്ട് കാര്യമായിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ജാതകം ചിന്തിക്കേണ്ടത്, അതെങ്ങനെയാണ് മുന്നോട്ടുള്ളത്, ജാതകം എങ്ങനെ നിരൂപണം ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറയും, ഇയാള് പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഈ പിരിഞ്ഞു പോയത് മാത്രം നോക്കണുള്ളൂ, അല്ലാതെ മറ്റ് നല്ല ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാർ ധനപുത്ര മിത്രാദികളോട് കൂടിയിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരെ ഗ്രഹനില ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പകരമായിട്ട് ഞാൻ നോക്കിക്കൊടുത്ത ഒരു ഗ്രഹനിലയാണ് 3-4 വർഷമായി. അപ്പോൾ അവർ നല്ലപോലെ ജീവിക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ രണ്ടുപേർക്ക് നല്ല ജോലിയുള്ള ഗ്രഹനിലയാണ്. അപ്പോൾ ഈ നക്ഷത്രപ്പൊരുത്തം, പാപസാമ്യം, ദശാസന്ധി പൊരുത്തമൊക്കെ നോക്കി പോകുന്നവരുടെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എങ്ങനെയാണ് ഒരു ജാതകം, രണ്ടുപേരുടെ വിവാഹ സംബന്ധമായിട്ട് രണ്ടുപേരുടെ ജാതകം എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നുള്ളത് ഈ ഗ്രഹനില പ്രകാരം നമുക്ക് നോക്കാം. കാരണം ഈ ഗ്രഹനില പ്രകാരം 2 പേർക്ക് ചേർച്ചയായിട്ടിരുന്ന് നല്ലപോലെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ നക്ഷത്രപ്പൊരുത്തം പാപസ്വാമ്യൊന്നും ഇല്ലാണ്ട് 2 ഗ്രഹനില എങ്ങനെ പരിശോധിക്കാം എന്നുള്ളത്, അവർ എന്തുകൊണ്ട് എങ്ങനെ നല്ലപോലെ ജീവിക്കുന്നുണ്ട്, അവർക്കൊരു തടസ്സമില്ലാത്ത രീതിയിൽ ഇതുവരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്, ഒരു തടസ്സവും ഒന്നുമില്ല, ജീവിതത്തിൽ നല്ല ഐക്യം കാര്യങ്ങളുണ്ട്. പിന്നെ കുടുംബമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഏത് കുടുംബത്തിനായാലും എത്ര നല്ല ജാതകമായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല, 2 പേരും ഒരേ തട്ടിൽ പോവുകയാണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ പോവാണ്. അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഈ ഗ്രഹനില പറയുന്നത് നമുക്ക്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് കാര്യത്തിൽ കിടക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് നമ്പറോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് വഴി കമൻ്റായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഇവർ ഈ നക്ഷത്രപ്പൊരുത്തം പാപസ്വാമ്യം നോക്കിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നോക്കാണ്ട് എങ്ങനെ ഇവർ കൃത്യമായി ജാതകവിചിന്താനം ചെയ്തിട്ട് മുന്നോട്ട് പോയി നല്ല ജീവിതം നയിക്കണത് എന്നുള്ളത് സൂചന ഗ്രഹനില തരും. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പറയാനുള്ളത് 18/2/1997 7:17 PM ജനിച്ച പുണർദ നക്ഷത്രത്തിൽ ജനിച്ചൊരു സ്ത്രീ ജാതകമാണ്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. അതേപോലെ തന്നെയാണ് സ്ത്രീയുടെ ഗ്രഹനില. ഇവിടെ നമ്മൾ ലഗ്നം വന്നിരിക്കുന്ന ചിങ്ങമാണ്. ലഗ്നത്തിൽ മാന്തി ഉണ്ട്, 2ാം ഭാവത്തിൽ കുജനുണ്ട്, 6 ബുധൻ, ഗുരു, ശുക്രൻ, 7 രവി, 8 ശനി, 11 ചന്ദ്രൻ. ഇതാണ് പുരുഷ നമ്മൾ നവാംശകം ഞാൻ ഗ്രഹനിലയിൽ പുറത്ത് എഴുതിയിട്ടുണ്ട്. ചെറിയ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് കാണും എന്നുള്ളത് ഉണ്ട് തോന്നണു. അതേപോലെ തന്നെ 27/5/1989 5:54 AM ജനിച്ച അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷ ഗ്രഹനിലയാണ്. ലഗ്നം വന്നിരിക്കുന്ന മേടമാണ്. രവി ബുധൻ ഗുരു ശുക്രൻ 2ാം ഭാവത്തിലുണ്ട്, 3 കുജനുണ്ട്, 5 ശനി, 9 ശനി, ചന്ദ്രൻ 10, സർപ്പൻ 11, മാന്തി 11. ഗ്രഹനിലയിൽ ഞാൻ നവാംശകം ചാർട്ട് സെപ്പറേറ്റ് എഴുതിയില്ല, അത് പുറത്താണ് എഴുതുന്നത്. നമുക്ക് എളുപ്പമുള്ള രീതിയിലായതുകൊണ്ടാണ്, നമ്മളെ അറിയാൻ വേണ്ടിയിട്ടാണ് പുറത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പുരുഷൻ്റെയും സ്ത്രീയുടെയും ഗ്രഹനില ഈ ഗ്രഹങ്ങളുടെ രാശിയിലെ നിൽപ്പും ലഗ്നഭാവങ്ങളിലെ നിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലെടുക്കാം, എങ്ങനെയാണ് ഒരു ശുദ്ധജാതകം ഇതെങ്ങനെയായി എന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ശുദ്ധജാതകം എന്ന് പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഒരു ബാലൻസ് ചെയ്ത് പോണ ഒരു ഗ്രഹനില എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം നോക്കേണ്ടത് ലഗ്നമാണ്. ആ ലഗ്നം ഏത് രാശിയിലാണ് നിൽക്കണേ നോക്കണം. ലഗ്നം വന്നിരിക്കുന്നത് ചിങ്ങം ലഗ്നമാണ്. ചിങ്ങം ലഗ്നത്തിന്റെ അധിപൻ ആരാണ്? രവിയാണ്. രവി 7ാം ഭാവത്തിൽ, ലഗ്നാധിപൻ ആധിപത്യമുള്ള രാശിയിൽ നിന്ന് 7ലേക്ക് പോയപ്പോൾ ബലക്കുറവ് വന്നിരിക്കണു. ലഗ്നാധിപന് ബലക്കുറവ് വന്നിരുന്നു കഴിഞ്ഞാലും ലഗ്നാധിപൻ ഏത് രാശിയുമായി ബന്ധപ്പെടുന്നോ ആ രാശിക്ക് പുഷ്ടിമായി എന്ന് പറയണം. അപ്പം 7ാം ഭാവത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ ഒരു ഫലമുണ്ട്. രവി എന്ന് വെച്ചാൽ ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെടാം എന്നാണ് 7ലെ രവി പറയുന്നത്. അപ്പൊ ലഗ്നത്തിലേക്ക് വേറെ നമ്മൾ അത് മാത്രം ലഗ്നത്തിൽ ബലം ഉണ്ടോ നോക്കണ്ട. ആദ്യം ഇവിടെ ലഗ്നാധിപൻ തന്നെ ലഗ്നവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല ബന്ധമല്ലേ. ഞാൻ പറഞ്ഞിരുന്നു മേടച്ചിങ്ങ ധനു, അതായത് കയ്യൂക്കിന്റെ, പവറിന്റെ, അധികാരത്തിന്റെ ഈ 3 ത്രികോണ രാശികളാണ് എന്ന് പറയുന്നത്.
അപ്പം ഈ ലഗ്നാധിപൻ തന്നെ 7 നിന്നുകൊണ്ട് ബലക്കുറവായാലും ഭാവത്തിൽ തന്നെ നോക്കുന്നുണ്ട്. അപ്പൊ ലഗ്നത്തിന് ബലക്കുറവ് ഇല്ല എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം പരിപൂർണ ബലമുള്ള ജാതകം തന്നെയാണ്. കാരണം ലഗ്നാധിപൻ തന്നെയാണ് വ്യാഴം, അല്ല ലഗ്നാധിപൻ തന്നെയാണ് രവി ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, നല്ലൊരു ഭാവമാണ്. ഇനിയാണ് നമ്മൾ വേറൊരു തലത്തിലേക്ക് നോക്കണത്. അപ്പൊ നമ്മൾ ലഗ്നത്തിന് ബലം ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ വേറെ തലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇനി വിവാഹ ഭാവമായ 7ാം ഭാവത്തിലേക്കാണ് ഇനി കണ്ണു ഓടിക്കാൻ പോണത്. നോക്കൂ, സ്ത്രീ ജാതകത്തിൽ വന്നിരിക്കുന്നത് 7 രവി ലഗ്നാധിപനായാലും രവി 7 നല്ലതല്ല, ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെടാം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ 6ാം ഭാവത്തിൽ, അതായത് ഭർത്തൃകാരകനാണ് ഈ അതായത് 7ാം ഭാവത്തിനൊരു കാരകനുണ്ട്, അതായത് കളത്രകാരകൻ ശുക്രൻ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതായത് 10ഉം നമ്മുടെ 10ഉം 3ഉം ഭാവാധിപനാണ്. 10ഉം 3ഉം അതായത് ഒരു കേന്ദ്രത്തിന്റെയും ഒരു ഉപജയരാശിയുടെയും ആധിപത്യം വഹിക്കുന്ന ശുക്രൻ 6ാം ഭാവത്തിലാണ്. ഭർത്തൃകാരകൻ നീചാവസ്ഥയിലേക്ക് 6ാം ഭാവ ശത്രുസ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം ഈ ബുധനും 6ാം ഭാവത്തിലേക്ക് 3 ശുഭഗ്രഹങ്ങൾ 6ാം ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അത് മാത്രമല്ല ഭർത്തൃകാരകൻ വ്യാഴം നീചാവസ്ഥയിലേക്കും പോയി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ പറയും ഇവർക്ക് എങ്ങനെയുള്ള ജാതകം കിട്ടണം എന്നുള്ളത്. വരുന്നൊരാളുടെ ജാതകപ്രകാരം, അതായത് പുരുഷന്റെ ജാതകപ്രകാരം നല്ല 7ാം ഭാവം കൊണ്ട് ശുഭമുള്ള ദൃഷ്ടി കൊണ്ടോ യോഗം കൊണ്ടോ ശുഭമുള്ള ഒരു ഗ്രഹനില തന്നെയായിരിക്കണം വരേണ്ടത്. കാരണം വെച്ചാൽ ഇവിടെ ശുക്രൻ 6ൽ പോയി, പിന്നെ അതുപോലെ തന്നെ ഗുരു നീചാവസ്ഥയിലേക്ക് പോന്നു, പിന്നെ ബുധൻ 6ാം ഭാവത്തിലേക്ക്, അതായത് ബുധൻ 11ഉം 2ഉം ഭാവാധിപനാണ് ബുധൻ 6ാം ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു. പിന്നെ ശനി, അതായത് 7ാം, അത് മാത്രമല്ല സ്ത്രീ ജാതകത്തിൽ 7ാം ഭാവാധിപൻ 8ാം ഭാവത്തിലേക്ക്, 8 എന്ന് പറയുന്നത് മരണം, ദുഃഖം, വേർപാട്, അടച്ചിന് കൂട്ടലിന്റെ ഒരു കാരകത്വമുള്ള. അപ്പൊ അതുകൊണ്ട് ഈ ഗ്രഹനില പ്രകാരം ശുദ്ധമായ ഒരു ജാതകം തന്നെ കിട്ടണം. അല്ലാണ്ട് നക്ഷത്രപ്പൊരുത്തോ പാപസ്വാമ്യമൊക്കെ നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഗ്രഹനിലയിൽ നിൽക്കുന്ന ദോഷങ്ങൾ അറിയാൻ പറ്റില്ല. എന്നിട്ട് മാത്രമല്ല ഈ ശനി കുജനെയും, ഈ 2ൽ നിൽക്കുന്ന കുജനും ശനിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഈ ബന്ധപ്പെടുമ്പോൾ ഒരു ശനിയും കുജനും ബന്ധപ്പെടുമ്പോൾ അതായത് ഒരു അഗ്നി, അതായത് ശനി വായുവിനെ സൂചിപ്പിക്കുന്നു, കുജൻ അഗ്നിയെ സൂചിപ്പിക്കുന്നു. രണ്ടും കൂടി ചേരുമ്പോൾ ഒരു അഗ്നി മാരുത എന്ന് പറയുന്നത്. പക്ഷെ യോഗം കൊണ്ടാണ് പറയുന്നത്. ഇനി ദൃഷ്ടി കൊണ്ടായാലും 2ാം ഭാവത്തിലേക്ക് ബന്ധപ്പെടുന്നതുകൊണ്ട് ഈ വാക്കുകൾ കൊണ്ടും ചെറിയ ഇതുകൊണ്ട് ശനി 2ാം ഭാവത്തിൽ കുജൻ വാക്കുകളൊക്കെ എടുത്തുചാട്ടിയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷെ വരുന്നൊരു ജാതകത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 27/5/1989 5:54 AM അവിട്ട നക്ഷത്ര ഒരു പുരുഷ ജനനമാണ്. ഇവിടെ നോക്കൂ, നമുക്ക് ആദ്യം ലഗ്നം നോക്കാം. ലഗ്നത്തിൽ നോക്കിക്കഴിഞ്ഞപ്പം ഈ വേറെ ഗ്രഹങ്ങളൊന്നും ബന്ധപ്പെടുന്നില്ല ഈ ലഗ്നത്തിലേക്ക്. ഇവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ 2ാം ഭാവത്തിൽ നോക്കുമ്പോൾ രവി, ബുധൻ, ഗുരു, ശുക്രൻ, 2ൽ ബുധനും ശുക്രനും ഗുരു ഉണ്ട്. അപ്പം ഈ ഗ്രഹനിലയിൽ അത്യന്തം പവർഫുള്ളായ ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ്. പക്ഷെ 3ഉം 6ഉം ഭാവാധിപനാണ്. 2 ഉപജയരാശിന്റെ അധിപനാണ് ഈ പറയണ ബുധൻ ഭാവാൽ ഈ 2ൽ നിന്ന് കഴിഞ്ഞാൽ ഭാവാൽ ലഗ്നത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം ലഗ്നത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ നല്ല ശുഭത്വമുള്ള ആള് തന്നെയാണെന്ന് പറയുന്നത്. ലഗ്നത്തിലൊക്കെ ബുധൻ ബന്ധപ്പെട്ടാണ്. അതുമാത്രമല്ല 2 പേരുടെ നോക്കൂ, മേട ചിങ്ങ ധനു, ഇവിടെയും ഈ പറയുന്ന ചിങ്ങ ലഗ്നം വന്നിരിക്കണു. ഇവിടെ മേടം, ഇത് കയ്യൂക്കിന്റെ ആ പവറിന്റെ, അത് ഞാൻ പറഞ്ഞില്ല, കയ്യൂക്കിന്റെ പവർ. ചിങ്ങം മേടം എന്ന് പറയുന്നത് കയ്യൂക്കിന്റെ, ചിങ്ങം അധികാരത്തിന്റെ, ധനു പവറിന്റെ. 2 പേർക്കും ലഗ്നം വന്നിരിക്കുന്ന ഒരു എന്താ പറയുക, നല്ലൊരു കോമ്പിനേഷനാണ്. അതായത് 2 പേർക്ക് നല്ല 2 പേർക്ക് നല്ല ജോലി, ഉന്നതമായ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് മാത്രമല്ല ലഗ്നാധിപൻ 3ാം ഭാവത്തിൽ ഉപജയരാശിയിലാണ് നിൽക്കുന്നത്. 3 എന്ന് പറയുന്ന ഉപജയരാശിയാണ്. അപ്പൊ ലഗ്നാധിപൻ ദുസ്ഥാനത്തല്ല നിൽക്കുന്നത്, 3ാം ഭാവത്തിൽ. കുജൻ നല്ല കമ്മ്യൂണിക്കേഷൻ പരമായിട്ടും മറ്റ് അതിന്റെ കാരകനാണ് ബുധൻ. 2ൽ നിന്നുകൊണ്ട് ഒരു ശുഭന്റെ രാശിയിൽ നിന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് മാറിക്കഴിഞ്ഞു. പിന്നെ അപ്പോൾ ലഗ്നത്തിന് ബലക്കുറവ് എന്ന് പറയാനില്ല. പിന്നെ ബാക്കി നമുക്ക് വേറെ ഒരു കാര്യം നോക്കാനുള്ള. ഇനി ഇതിന്റെ 7ാം ഭാവത്തിൽ, ഇനി പുരുഷ ജാതകത്തിന്റെ 7ലേക്ക് നോക്കാം. നമുക്ക് നോക്കാം പുരുഷ ജാതകത്തിൽ 7ാം ഭാവം കൊണ്ട് ദോഷമാണോ ഗുണമാണോ എന്ന് നമുക്ക് നോക്കാം. ദൃഷ്ടി കൊണ്ടോ യോഗം കൊണ്ടോ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ ബന്ധപ്പെടുന്നുണ്ടോ നമുക്ക് നോക്കാം.
ഉന്നത മേഖലയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരാളാണ് ഈ ബുധൻ എന്ന് പറയുന്നത്. പാണ്ഡിത്യത്തിൻ്റെ ഒരാളാണ് ഇത്. അതൊരു വലിയ വിദ്യാഭ്യാസം കൊടുത്ത് അതിൽ ഒരു വിഷയത്തെ പഠിച്ച് ആ വിഷയം കൊണ്ട് ഉന്നത ജോലി നേടി ആ ജ്ഞാനത്വം ചെയ്യുന്നത് ഗുരുവാണ്. അപ്പോൾ രണ്ടു പേർക്കും നല്ല ബന്ധമാണ് അവിടെ ഉള്ളത്. അപ്പോൾ 7ാം ഭാവാധിപൻ തന്നെയാണ് ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി 2ലേക്ക് നോക്കുന്നു. ഇവിടെ എല്ലാവരും പറയും 12ാം ഭാവാധിപനാണ് ഗുരു, അതുകൊണ്ട് 2ൽ ഉള്ളത് കൊണ്ട് അവിടെ ഗുരുവിൻ്റെ ബലക്കുറവ് എന്ന് പറയും. ഒരിക്കലുമില്ല. ഗുരു 12ാം ഭാവാധിപന് മാത്രമല്ല 9ാം ഭാവാധിപനും കൂടിയാണ്. ഈ 9ാം ഭാവാധിപൻ എന്ന് പറയണത് ഈ വ്യാഴം 9ന്റെ ദയ, പുണ്യം, ഭാഗ്യം ഇതെല്ലാം 9 കൊണ്ടാണ്. ആ 9ാം ഭാവാധിപൻ ഗുരുവാണ് 2ൽ നിൽക്കുന്നത്. പിന്നെ ഇവിടെ 2ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന സമയം അസാധ്യ യോഗമാണ്. ഈ രവിയും ശുക്രനും യോഗം ചെയ്ത് കഴിഞ്ഞാൽ രംഗകലകളിൽ നിന്നും ആയുധ കലകളിൽ നിന്നും വരുമാനം. ഈ ബുധനും ഗുരു യോഗം ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബന്ധമാണ്. ഈ ഗുരു ശുക്ര യോഗം നല്ലതാണ്. ഈ ബുധ ഗുരു യോഗം, ശുക്ര ഇങ്ങനെ അസാധ്യ യോഗങ്ങളാണ് പറയണത്. നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ 7ാം ഭാവാധിപൻ തന്നെയാണ് ശുക്രൻ. നിയന്ത്രണത്തിന്റെ കാരകനാണ് ഗുരു. ഈ ഗുരു 2ൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ 7ലേക്ക് നോക്കുമ്പോൾ വേറെ പാവന്മാരുടെ ദൃഷ്ടി യോഗങ്ങൾ ഒന്നുമേ ഇല്ല എന്നുള്ളതാണ്. അതൊരു വസ്തുത തന്നെയാണ്. കാരണം ഇവിടെ 7ൽ രവി വന്നു കഴിഞ്ഞാലും ഇവിടെ ലഗ്നം 2ൽ നിയന്ത്രണത്തിന്റെ കാരകൻ ഗുരു ശുക്രനായിട്ട് യോഗം ചെയ്തു നിൽക്കുന്നു. ഒരു ബുധനുമായിട്ട് യോഗം ചെയ്തു. 7ാം ഭാവത്തിലേക്ക് പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഒന്നുമേ ഇല്ല. ഒരു പരിപൂർണ ശുഭത്വമുള്ള ഗ്രഹനില തന്നെയാണ് എന്നാ പറയുന്നത്. കാരണം ശനി 9ൽ രണ്ടുപേരുടെയും ഇവിടെ 11ഉം നമ്മുടെ 10ഉം 11ഉം ഭാവാധിപനാണ് ശനി 9ലുണ്ട്. 9ൽ ശനി നല്ലതാണ് പറയണത്. ലഗ്നാധിപൻ 3ാം ഭാവത്തിലുണ്ട്. പിന്നെ നിങ്ങളൊന്ന് പറയും ഇവിടെ 5ൽ ശിഖി ഉണ്ട് കേട്ടോ. ഇവിടെ 5ൽ ശിഖി ഉള്ളത് കൊണ്ട് സന്താനം ഇല്ല എന്ന് നിങ്ങൾ പറയുള്ളൂ. ഒരിക്കലുമില്ല. രണ്ട് കൊച്ചുങ്ങളുള്ളതാണ്. കാരണം ഇവിടെ ശിഖി ഉള്ളത് കൊണ്ട് നമ്മൾ എന്താ പറയാ, ഇവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവില്ല എന്ന് പല ജ്യോതിഷന്മാരും പറഞ്ഞിട്ട് കുറെ ഈ ഗ്രഹനില ദോഷം കണ്ടിട്ട് കുറെ വഴിപാടുകളും കുറെ ക്ഷേത്രങ്ങളിലേക്ക് ഓടിക്കും. ഒരിക്കലുമില്ല. ശിഖി അല്ല. ഇവിടെ ഈ 5ാം ഭാവാധിപൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ഈ ശ്രമം എന്ന് പറയുന്നത് ബീജത്തിന്റെ കാരകത്വം വഹിക്കുന്ന ഒരാളാണ് ശുക്രൻ അത്യന്തം പവർഫുള്ളായ ഗ്രഹമാണ്. അത് ബലവാനായിട്ട് തന്നെ 2ാം ഭാവത്തിലുണ്ട്. സന്താനകാരകൻ ഗുരു 9ാം ഭാവാധിപൻ കൂടിയാണ്. 2ൽ തന്നെ നിൽക്കുകയാണ്. ദുസ്ഥാനമല്ല, ശുഭരാശിയാണ്. ശുഭഗ്രഹ 1, 2, 3 ഗ്രഹങ്ങൾ, അതായത് ശുഭഗ്രഹങ്ങളാണ് 2ാം ഭാവത്തിൽ അത്യന്തം പവർഫുള്ളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം 7ഉമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ. അപ്പം ഈ കൊച്ചിനെ എന്ന് പറയുകയാണെങ്കിൽ 9 കർമ്മഭാവത്തിലേക്ക്. അതുമാത്രമല്ല കുജന്റെ ഒരു ദൃഷ്ടി കർമ്മഭാവത്തിൽ 4ാം ഭാവത്തിൽ 10ാം ഭാവത്തിൽ, അതായത് 10ൽ കുജന്റെ ദൃഷ്ടി വന്ന് കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 8ലേക്ക് ദൃഷ്ടി, 10ലേക്ക് ചന്ദ്രൻ നിൽക്കുന്നു. കുജന്റെ ദൃഷ്ടി വന്നിരിക്കുന്നു. കുജൻ ഒരു ഓപ്പറേഷൻ തിയേറ്റർ സംബന്ധമായിട്ടുള്ള ഒരു കാരകത്വം വഹിക്കുന്ന ഒരാളാണ്. അതായത് ഒരു കാർഡിയോളജിസ്റ്റ്, ഒരു ആയുധപരമായിട്ടുള്ള കാരകത്വം. ചന്ദ്രൻ മനക്കാരകൻ, ബ്ലഡിന്റെ കാരകത്വം ചന്ദ്രിക്കാണ്. അപ്പോൾ ഈ പുരുഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു കാരകത്വം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ സംബന്ധമായിട്ട് ജോലിയാണ് ചെയ്യണത്. ആ സൂചന തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ നിയന്ത്രണത്തിന്റെ കാരകന്റെ 10ലേക്ക് ഗുരുവിന്റെ ദൃഷ്ടിയുണ്ട്. നിൽക്കുന്ന രാശി 9ലേക്ക് ദൃഷ്ടിയുണ്ട്, ഗുരുവിന്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഇവരൊരു ഹോസ്പിറ്റലിൽ പരമായിട്ടുള്ള ജോലി തന്നെയാണ് ചെയ്യണത്. അതായത് ഒരു കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ തിയേറ്റർ സംബന്ധമായിട്ട് ജോലി തന്നെയാണ് ഇവർ ചെയ്യണത്. കാരണം ആയുധ കാരകനാണ് കുജൻ. അപ്പോൾ ഈ ജാതപ്രകാരം 7ാം ഭാവം ശുദ്ധമാണ്. ഒരു ദോഷങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെയാണ് 12 രാശികളും ഗ്രഹം തമ്മിൽ ബന്ധപ്പെടുന്നത്. ഇവിടെ 7 കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ 7ാം ഭാവപതിയാണ് ശുക്രൻ, ബലവാനാണ്. നിയന്ത്രണത്തിന്റെ കാരകൻ ഗുരു 2ലുണ്ട്, ബുധനുണ്ട്. 3 ഗ്രഹങ്ങൾ ഒരു ശുഭന്റെ രാശിയിൽ തന്നെ നിൽക്കുന്നു. ലഗ്നാധിപൻ ദുസ്ഥാനത്തല്ല. ഇവിടെ 8ൽ പോയെങ്കിലും ഇവിടെ ലഗ്നാധി 3ാം ഭാവത്തിൽ പോയിരിക്കുന്നു. 8 എന്ന് പറയുന്നത് ദുസ്ഥാനമാണ്. 3 എന്ന് പറയുന്നത് ഉപജയ രാശിയാണ്. അപ്പോൾ ഈ പുരുഷ ജാതകത്തിൽ ഈ സ്ത്രീ ജാതകത്തിൽ ഇത്തിരി പോരായ്മ ഉണ്ടെങ്കിൽ പുരുഷ ജാതകത്തിൽ ഇത് ബാലൻസ് ചെയ്തു പോകും. ഇതാണ്. അതുമാത്രമല്ല നവാംശം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 7ാം ഭാവസ്ഫുടത്തിന്റെ നവാംശാധിപൻ ശുക്രനാണ്. അതുമാത്രമല്ല ഈ ഗ്രഹനിലയില് ശുക്രൻ ഒരു
സ്ത്രീ ഗ്രഹവും കൂടിയാണ്. 7-ാം ഭാവാധിപൻ ശുക്രൻ ഒരു സ്ത്രീ ഗ്രഹം, ഒരു ത്രൈണത എപ്പോഴും ഉണ്ടാവും. ഇവിടെ നോക്കൂ, 7-ാം ഭാവാധിപൻ ശനിയാണ്. 7-ാം ഭാവാധിപൻ ശനി പറയുമ്പോൾ നമ്മൾ ശനി 7-ാം ഭാവം ശനി 7 രവി നിൽക്കുമ്പോൾ 7 ഇത്തിരി ദേഷ്യമൊക്കെ കാണിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു ത്രൈണത എപ്പോഴും ഉണ്ടാകും. അതേപോലെ തന്നെ 7-ാം ഭാവസ്ഫുടത്തിന്റെ അധിപൻ ശനി ആയിക്കഴിഞ്ഞാൽ മടയനോ വൃദ്ധനോ പുരുഷനോ സ്ത്രീയായിട്ട് വരാം. കുജനാണെങ്കിൽ എടുത്തുചാട്ടക്കാരിയായിട്ട് വരാം. രവിയാണെങ്കിൽ അമിതമായിട്ട് കർമ്മം ചെയ്യുന്ന ഒരാളാവും എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ 7-ാം ഭാവസ്ഫുടത്തിന്റെ നവാംശ അധിപൻ പറയുന്നത് ശുക്രനാണ്. ആ ശുക്രൻ ഒരു ത്രൈണത സൂചിപ്പിക്കുന്നു. ഇവിടെയും ലഗ്നത്തിന് 7-ാം ഭാവാധിപൻ എന്ന് പറയുന്ന ലഗ്നം അംശിച്ചിരിക്കുന്നത് കന്നിയിലാണ്. സ്ത്രീ ജാതകത്തിൽ 7-ാം ഭാവസ്ഫുടത്തിന്റെ നവാംശ അധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. ഒരു 2 പേരുടെയും ഒരു സ്ത്രീ ഒരു എന്താ പറയുക, അതും കൂടി ഒരു നല്ലൊരു ബന്ധമാണ് അതൊക്കെ പറയണത്. കാരണം 7-ാം ഭാവം ഗുരുവും ശുക്രനും ഇവിടെ നോക്കുമ്പോൾ 7-ാം ഭാവസ്ഫുടത്തെ ശുക്രൻ വന്നിരിക്കുന്നു. 7-ാം ഭാവത്തിന്റെ അധിപൻ ശുക്രൻ, 7-ാം ഭാവാധിപൻ ശുക്രൻ തന്നെയാണ് നവാംശത്തിനും കാണുന്നത്, നമ്മുടെ ഗ്രഹനിലയിലും ഉള്ളത്. ഇവിടെ 2 പേർക്കും ആ 7-ാം ഭാവസ്ഫുടത്തിന് നവാംശ അതിനെ കൊണ്ടും നല്ലൊരു ബന്ധം സൂചിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഗ്രഹനില സൂചന കൊടുക്കുന്നത്. അല്ലാതെ ഈ നക്ഷത്ര പൊരുത്തം പാപസ്വാമി ഒന്നും നോക്കിയിട്ടല്ല ഗ്രഹനിലയിൽ ഒരു സൂചനയും കിട്ടില്ല, ഒരു നല്ല കാര്യം കിട്ടില്ല. അതുകൊണ്ട് ഈ അശാസ്ത്രീയമായ ഈ വിവാഹ സംബന്ധമായിട്ടുള്ള ഗണപ്പൊരുത്തം മഹേന്ദ്രപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞ് ഒട്ടനവധി കാര്യമുണ്ട്. അത് അമ്പേ നിങ്ങൾ മാറ്റിക്കളഞ്ഞിട്ട് 2 പേരുടെ ഗ്രഹനില പരിശോധിക്കുക, എന്നിട്ട് വിവാഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം, എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാ ആശംസകളും തരുന്നു. നന്ദി, നമസ്കാരം.